സ്തുതിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഈ സമയത്ത് നമ്മുടെ സകല കുടുംബങ്ങളിലേക്ക് ദൈവത്തിന്റെ ശക്തമായ അഭിഷേകം ഈ സമയത്ത് ഒഴിക്കണമെന്ന് കർത്താവേ. ദയവായി ഇവിടെ എല്ലാ കുടുംബങ്ങളുടെയും മേൽ കരുണയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അന്ധനായ മനുഷ്യന്റെ സന്നിധിയിൽ കണ്ണീരോടെ നിർമ്മിച്ചതുപോലെ ഞങ്ങൾ ഈ സമയത്ത് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നതായ പുത്ര ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മേൽ എല്ലാ നിയോഗങ്ങളുടെയും മേൽ ദൈവമേ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, രോഗികളായി വേദന അനുഭവിക്കുന്നവരായി കഴിയുന്ന സകലരെയും ഞങ്ങളോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന രോഗികൾക്ക് ആശ്വാസമായി, ബലഹീനർക്ക് ആശ്വാസമായി, ഏതെങ്കിലും തരത്തിൽ പ്രയാസങ്ങളിലൂടെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവർക്ക് വലിയ ആശ്വാസവും അനുഗ്രഹവുമായി തീരുമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, എല്ലാ രോഗികളുടെ ഈശോ കരുണയായി നമുക്ക് പ്രാർത്ഥിക്കും. എല്ലാ രോഗികൾക്കും നല്ല വൈദ്യുതമായി ഇത് സൗഖ്യപ്പെടുത്തുന്ന കർത്താവാണെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. സകല രോഗികളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ എല്ലാ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന കർത്താവേ, വല്ലാണ്ട് തിന്മ വ്യാപരിക്കുന്ന ഒരു കാലമാണ്. ദൈവമേ, മുൻപൊഴിയാതെയും സാത്താന്റെ തന്ത്രങ്ങളിൽ ഈ ഭൂമിയിൽ നടമാടുന്ന ഒരു കാലമാണ്. അതുപോലെ രാമൻ മകളിൽ കുഞ്ഞുങ്ങളെ നിന്ന് കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, സാത്താൻ അപകരിക്കാൻ ഇടപെടുന്നത് പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളിൽ പഠിക്കുന്നവരുണ്ട്, ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട് കർത്താവേ. ഇവിടെ എല്ലാ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളുടെ മേൽ ഈശോ കരുണയായിരിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നിയോഗങ്ങളെയും ദൈവത്തിന്റെ കരുണയിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഈ വചനം ശ്രമിക്കട്ടെ, അതിനാവശ്യമായ എല്ലാ കരുതലും സ്നേഹവും തമ്പുരാൻ ഈ സമയത്ത് ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ വചനം ശ്രമിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഈ സമയം ചിലവഴിക്കുമ്പോൾ അതിനിരട്ടി പ്രതിഫലം കൊടുത്ത് ദൈവമേ നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നിയോഗങ്ങളും കരങ്ങളിലേക്ക് സമർപ്പിക്കും. പരിശുദ്ധമായ അമ്മയുടെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ മണിക്കൂറിൽ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സർവ്വപരിശുദ്ധമേ, നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് കോട്ടയായിരിക്കട്ടെ. ഈ ആളുകളെ നിങ്ങൾ സ്നേഹിക്കുന്ന ദൈവമേ, അവിടുത്തെ കാര്യങ്ങൾ സമർപ്പിക്കുമ്പോൾ കൃപയോടെ കേട്ട് കൃപ നിറഞ്ഞ നമ്മുടെ കർത്താവിനോടുകൂടി ഈ സ്ത്രീകളെ ഗ്രഹിക്കപ്പെട്ടവരാണ്. നിരൂപണപ്പെട്ടവരാണ് ഇപ്പോഴും ഇപ്പോഴും വരുന്ന സമയത്ത് നമ്മുടെ കർത്താവിനോടുകൂടി ഈ സ്ത്രീകളെ ഗ്രഹിക്കപ്പെട്ടവരാണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ തിരുനാളിനോട് അനുബന്ധിച്ചുള്ള 3 ദിവസത്തെ ധ്യാനമാണ് ഇന്ന് ആരംഭിക്കുന്നത്. അതറിയാം, നമ്മുടെ തിരുനാളിനോടനുബന്ധിച്ച് എല്ലാ വർഷവും നമ്മളിങ്ങനെ വചന ധ്യാനം നമ്മൾ വെക്കാറുണ്ട്. എന്തിനു വേണ്ടിയാണ് ഈ 3 ദിവസം നമ്മളിങ്ങനെ ചിലവഴിക്കുന്നത്? അതായത് നമ്മളുടെ വാർഷിക ധ്യാനമാണ്. സാധാരണ പുരോഹിതർക്കും സന്യസ്തർക്കും ഒക്കെ വാർഷിക ധ്യാനമുണ്ട്. എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ അത് അവരുടെ ജീവിതത്തെ വിലയിരുത്താനും വിശുദ്ധീകരിക്കാനും കൂടുതൽ കൃപയോടെ മുൻപോട്ട് പോകാനും ഒരുക്കുകയാണ് അതിന്റെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് എല്ലാ വർഷവും വാർഷിക ധ്യാനം പുരോഹിതർക്കും സന്യസ്തർക്കും നിർബന്ധമായി അതിൽ സംബന്ധിക്കണമെന്നാണ്. അപ്പൊ അതുപോലെയാണ് നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ വാർഷിക ധ്യാനമാണ് നമ്മുടെ തിരുനാളിനോടനുബന്ധിച്ച് നമ്മൾ നടത്തുന്ന ഈ 3 ദിവസത്തെ ഈ വചന പ്രഘോഷണം. ഇത്
വാർഷിക ധ്യാനമായതുകൊണ്ട് നമുക്കറിയാം, നമ്മള് ഈ നമ്മുടെ ഈ തിരുനാളിന്റെ ദിവസങ്ങളിൽ നമ്മള് ഭക്തസംഘടനകളുടെ വാർഷികം നടത്തും അല്ലേ? ഉണ്ടോ ഇവിടെ? ഉണ്ട്, എല്ലാ പള്ളികളിലും ഉണ്ട്. ഭക്തസംഘടനകളുടെ വാർഷികത്തിന്റെ അന്നുള്ളൊരു പ്രധാന ചടങ്ങ് എന്തുവാ? നിങ്ങൾ പറഞ്ഞു, ഉത്തരം പറഞ്ഞു, കുഴപ്പമില്ല. പ്രധാന ചടങ്ങ് എന്താണ്? പിള്ളേരുടെ പരിപാടിയുണ്ട്. അതിനേക്കാൾ പ്രധാനപ്പെട്ട നമുക്ക് വിരസമായി തോന്നുന്ന ഒന്നുണ്ട്. എന്താണ്? റിപ്പോർട്ട്. എല്ലാ ഭക്തസംഘടനകളുടെ റിപ്പോർട്ട് നമ്മൾ അവതരിപ്പിക്കും അല്ലേ? ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഏറ്റവും മനോഹരമായ റിപ്പോർട്ട് നമ്മൾ ഈ ഭക്തസംഘടനകളുടെ വാർഷികത്തിന്റെ ദിവസം അവതരിപ്പിക്കും. എന്തിനു വേണ്ടിയാണ് ഈ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത്? അതൊരു വലിയ ലക്ഷ്യത്തോടു കൂടിയാണ്. എന്താണ്? നമ്മളുടെ ഈ ഭക്തസംഘടനകളുടെ പ്രവർത്തനം എവിടെ വരെ എത്തി എന്ന് വിലയിരുത്താനും കുറവുകൾ എന്താണെന്ന് കണ്ടുപിടിക്കാനും ഇനി കൂടുതൽ ഈ കുറവുകളെ പരിഹരിച്ച് ശക്തിയോടെ മുൻപോട്ട് പോകാനും നമ്മളെ ഒരുക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റിപ്പോർട്ട് അവതരിപ്പിക്കുകയും അത് അവലോകനം ചെയ്യുകയും വിലയിരുത്തുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ വാർഷിക ധ്യാനത്തിന്റെ ദിവസം അതുപോലെ തന്നെയാണ്. എന്താണ്? ഭക്തസംഘടനകളുടെ വാർഷിക റിപ്പോർട്ടാണ് ഭക്തസംഘടനകളുടെ വാർഷികത്തിന്റെ ദിവസം നമ്മൾ അവതരിപ്പിക്കുന്നതെങ്കിൽ ഈ 3 ദിവസത്തെ ധ്യാനത്തിന്റെ ദിവസം നമ്മൾ അവതരിപ്പിക്കേണ്ട റിപ്പോർട്ട് എന്തിനെ കുറിച്ചാണ്? നമ്മുടെ ജീവിതത്തെ കുറിച്ചാണ്. നമ്മുടെ ജീവിതത്തെ കുറിച്ചുള്ള ഒരു വിലയിരുത്തലിന്റെ നാളുകളാണ്. ഞാൻ എവിടെ വരെ എത്തി? ഞാൻ എത്ര ദൂരം മുൻപോട്ട് പോകാനുണ്ട്? ഞാൻ കടന്നു വന്ന വഴികളിലൊക്കെ, എന്നോടൊപ്പം ഇതുവരെ ഞാൻ സഞ്ചരിച്ച വഴികളിലൊക്കെ ദൈവം ഉണ്ടായിരുന്നോ? എവിടെയാണ് എനിക്ക് ദൈവത്തിന്റെ കൃപകൾ നഷ്ടപ്പെട്ടു പോയത്? എന്റെ കുടുംബം ഇന്ന് ദൈവത്തോടുള്ള ബന്ധത്തിലാണോ വളരുന്നത് എന്ന് വിലയിരുത്താനും കണ്ടുപിടിക്കാനും വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ ശക്തിയോടെ മുൻപോട്ട് പോകാൻ നമ്മളെ ഒരുക്കേണ്ട ദിവസങ്ങളാണ് ഈ വാർഷിക ധ്യാനത്തിന്റെ ദിവസം. അതിന് നമുക്കറിയാം, നമ്മളുടെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വിലയിരുത്തൽ നടത്തുക? ദൈവത്തിന്റെ വചനത്തിന്റെ. ദൈവം നമ്മളോട് സംസാരിക്കണം, ദൈവത്തിന്റെ വചനം നമ്മളോട് സംസാരിക്കണം. അപ്പോഴാണ് എവിടെയാണ് നമുക്ക് കുറവുള്ളത്? നമ്മളെ തന്നെ നമ്മുടെ വാക്കുകളിൽ വിശ്വസിച്ചും നമ്മളിലേക്ക് തന്നെ തിരിഞ്ഞ് നമ്മൾ ഒരു വിലയിരുത്തൽ നടത്താൻ തയ്യാറായാലും അല്ലെങ്കിൽ അതിന് ശ്രമിച്ചാലും അത് അത്ര കണ്ട് വിജയിക്കണമെന്നില്ല. ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വിലയിരുത്തലിന് തയ്യാറാകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തെ കൃത്യമായി കണ്ടുപിടിക്കാൻ നമുക്ക് കഴിയുക. അവിടെ പ്രിയപ്പെട്ടവരെ, ഈ 3 ദിവസം ഏറ്റവും വിലപ്പെട്ടതാണെന്ന് തിരിച്ചറിയാൻ എനിക്ക് വലിയ സന്തോഷമുണ്ട്. തൊഴിൽ ഇത്രയും പേര് പള്ളിയിൽ ഈ വചന പ്രഘോഷണത്തിനൊക്കെ വന്നു. ഞാൻ പല പള്ളികളിലും പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ പല പള്ളികളിലെയും ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്നറിയാമോ? ഈ ധ്യാനത്തിന്റെ 3 ദിവസങ്ങളിൽ നമ്മുടെ ആളുകളിൽ പകുതിയെ കാണും. അതേസമയം എല്ലാവരും വരുന്ന 2 ദിവസമുണ്ട്. ഏതൊക്കെയാണ്? റാസയുടെ ദിവസം എല്ലാവരും ഉണ്ടാവും. റാസ അനുഗ്രഹമാണ്, വേണം. റാസയുടെ ദിവസം എല്ലാവരും ഉണ്ടാവും. പിന്നെ ദിവസങ്ങളുണ്ട്. ഏതാണ്? ഭക്തസംഘടനകളുടെ വാർഷികത്തിന്റെ ദിവസം എല്ലാവരും ഉണ്ടാവും. പക്ഷേ നമ്മളൊരു കാര്യം ഓർത്ത് നോക്കിയേ, ഈ ഭക്തസംഘടനകളുടെ വാർഷികത്തിന്റെ ദിവസം നമ്മൾ നടത്തുന്ന പരിപാടികളിൽ ഏതെങ്കിലും നമ്മളെ നിത്യജീവനിലേക്ക്, നിത്യരക്ഷയിലേക്ക് നയിക്കുന്നതാണോ? വേണം, വേണ്ടെന്നല്ല. പക്ഷേ നമുക്കിന്ന് പ്രയോറിറ്റി ഒക്കെ മാറിപ്പോയി. നമ്മളെ നിത്യജീവനിലേക്ക് നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെയൊക്കെ വിസ്മരിച്ചിട്ട് നമ്മൾ ഇന്ന് അപ്രധാനമായ കാര്യങ്ങളുടെ പിന്നാലെയാണ്. ഏറ്റവും വിലപ്പെട്ടതിനെ നമ്മൾ നഷ്ടപ്പെടുത്തിക്കൊണ്ട് അപ്രധാനമായ കാര്യങ്ങളുടെ പിന്നാലെ പോവുകയാണ് നമ്മൾ. പ്രിയപ്പെട്ടവരെ, അതാണ് പണ്ടൊക്കെ നമ്മുടെ കുടുംബങ്ങളിൽ ദീർഘദൂരം സഞ്ചരിച്ചെന്ന അന്ന് വണ്ടിയോ വള്ളമോ അല്ലെങ്കിൽ സൗകര്യങ്ങളോ ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് ദീർഘദൂരം സഞ്ചരിച്ച് ഒരു വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ഞായറാഴ്ച പോയിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളുണ്ട്. ഞാൻ ഓർക്കുന്നത് പണ്ടൊക്കെ ക്രിസ്മസിന് രാത്രി കുർബാനയാണ്. രാത്രി ഞാൻ താമസിച്ചിരുന്നതല്ല, എൻ്റെ വീട് കൊക്കാത്തോടെന്ന് പറയുന്ന ഒരു കുഗ്രാമമായിരുന്നു.
അവിടെ 3 മണിക്കത്തെ വിശുദ്ധ കുർബാനയ്ക്ക് പ്രിയപ്പെട്ട ആളുകൾ, മാതാപിതാക്കൾ രാത്രി ഒരു 8 മണി 9 മണി ആകുമ്പോഴേക്കും ഇറങ്ങുമായിരുന്നു. കയ്യിൽ ചൂട്ടുകറ്റയൊക്കെ കരുതി അങ്ങനെ സഞ്ചരിച്ച് പള്ളിയിൽ വന്ന് കിടന്ന് ഉറങ്ങി 3 മണിയാവും വിശുദ്ധ കുർബാനയെ സംബന്ധിച്ച് തിരിച്ചു പോകുന്ന ഒരു ജനം. അങ്ങനെ കാത്തിരുന്ന കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ നിലവിളിച്ചിരുന്ന അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദൈവമായിരുന്നു. അതുകൊണ്ടാണ് നമുക്കറിയാം അവർ അധ്വാനിച്ച് കിട്ടുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതും ആദ്യ വളവും ഒക്കെ കൊണ്ടുവന്ന് പള്ളികളിൽ സമർപ്പിക്കുമായിരുന്നു. നമ്മൾ പണ്ടൊക്കെ കണ്ടിട്ടുണ്ട്, നമ്മുടെ പ്രാർത്ഥനാ മേശ നിറച്ച് മുട്ടയോ പാലോ അല്ലെങ്കിൽ അതുപോലെ കൃഷി വസ്തുക്കളോ കൊണ്ട് കൊടുക്കുമായിരുന്നു. കാരണം അത്ര കണ്ടവര് ദൈവത്തെ വിലമതിച്ചിരുന്നു, അത്ര കണ്ടവര് ദൈവത്തിന് പ്രാധാന്യം കൊടുത്തിരുന്നു. പക്ഷെ ഇന്ന് മനുഷ്യൻ ദൈവത്തെക്കാൾ ഉപരിയായി അവനെല്ലാമായി, സൗകര്യങ്ങളായി, സാഹചര്യങ്ങളായി, പിന്നെ അവന് ദൈവം വേണ്ട. അങ്ങനെ ഒരു കാലത്തേക്കാണ് പ്രിയപ്പെട്ടവരെ ഏറ്റവും പ്രധാനപ്പെട്ടതിനെ നിരാകരിച്ചിട്ട് അപ്രധാനമായതിലേക്കൊക്കെ ശ്രദ്ധ വയ്ക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ 3 ദിവസത്തെ നമ്മുടെ ധ്യാനം നമുക്ക് കുറെയൊക്കെ കേട്ട് പഠിക്കാൻ, ധ്യാനിക്കാൻ, നമ്മുടെ ജീവിതത്തെ വിലയിരുത്താൻ, കുറച്ചുകൂടിയൊക്കെ നമ്മുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താൻ നമ്മുടെ ഈ 3 ദിവസത്തെ ധ്യാനം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. നമ്മൾ ഇന്ന് ധ്യാനിക്കുന്ന വിഷയം, എനിക്ക് തന്നിട്ടുള്ള വിഷയം പരിശുദ്ധ അമ്മയെ കുറിച്ചാണ്, പരിശുദ്ധ ദൈവമാതാവിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത്. നമ്മൾ എല്ലാ ദിവസവും സന്ധ്യയ്ക്ക് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ സന്ധ്യാപ്രാർത്ഥനയിൽ നമ്മൾ മനോഹരമായ ഒരു ഗീതം ചൊല്ലും, ഒരു ബോബൂസ ചൊല്ലും. ഏതാണ്? ഇച്ചിരി നീളമുള്ള നീണ്ട പ്രാർത്ഥന. ഏതാണത്? കേട്ടില്ല. കർത്താവേ കൃപ ചെയ്യണം. നമ്മൾ ചൊല്ലാറുണ്ടല്ലേ എല്ലാ ദിവസവും സന്ധ്യയ്ക്ക് സൂത്താറ പ്രാർത്ഥനയ്ക്ക് നമ്മൾ ചൊല്ലും കർത്താവേ കൃപ ചെയ്യണമേ എന്ന പാട്ട്, അല്ലേ? ചൊല്ലാറുണ്ടോ? തുകയൂരുകാർ നല്ല പ്രാർത്ഥിക്കുന്ന മനുഷ്യരാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഞാൻ പണ്ട് കടമ്പനാട് കുറേ നാളുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം ഈ കമ്മ്യൂണിറ്റി. അതുകൊണ്ട് അങ്ങനെയുള്ള നല്ലൊരു സമൂഹമാണ്. അപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ പാട്ട്, അല്ലേ? ഈ പാട്ട് നമുക്കറിയാം, അതൊരു ദീർഘമായ പ്രാർത്ഥനയായതുകൊണ്ട് പലപ്പോഴും നമ്മളത് പെട്ടെന്ന് ചൊല്ലിത്തീർക്കും. പക്ഷെ പ്രിയപ്പെട്ടവരെ, അത് ഏറ്റവും മനോഹരമായൊരു പ്രാർത്ഥനയാണ്, അല്ലേ? എന്തിനു വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്? രാത്രി നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ദൈവത്തിന്റെ സംരക്ഷണം ചോദിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് അത്. അതുകൊണ്ടാണ് നമ്മൾ പറയും കർത്താവേ കൃപ ചെയ്യണമേ, കൈക്കൊണ്ടടിയാരുടെ കർമ്മയിൽ തുടർന്ന് നമ്മൾ പറയും എന്തൊക്കെ നമ്മളെ കാക്കണം, നിന്റെ ദൂതന്മാര് ഞങ്ങളെ കാക്കണം, നിന്റെ തിരുരക്തം ഞങ്ങൾക്ക് കാവലാകണം, ഇല്ലേ? ഇങ്ങനെയൊക്കെ ഇല്ലേ? അപ്പൊ ഈ പ്രാർത്ഥന മുഴുവൻ എന്തിനു വേണ്ടിയാണ്? നമ്മളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ്, അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അപ്പൊ അതിലെ 4 വരികൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കും, നിൻ മാതൃ പ്രാർത്ഥനയാലൻ ശൈകണയരുതേ ദുഷ്ടൻ, സാത്താൻ എന്നെ കൊല്ലായുവാൻ തിരുവലി അവനെ വിലക്കണം. അപ്പൊ നമ്മുടെ 2 ആത്മീയ ആയുധങ്ങളെ കുറിച്ചാണ് ആ വരികൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഒന്നാമത് പറയുകയാണ്, നിന്റെ അമ്മയുടെ പ്രാർത്ഥനയാൽ എൻ്റെ കിടക്കക്കരികിൽ ആര് വരരുത്? സാത്താൻ വരരുത്. നിൻ മാതൃ പ്രാർത്ഥനയാലൻ ശൈകണയരുതേ ദുഷ്ടൻ. അപ്പൊ നമ്മൾ കിടക്കാൻ പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുകയാണ്, നിന്റെ അമ്മയുടെ പ്രാർത്ഥനയാൽ എൻ്റെ കിടക്കക്കരികിൽ ആര് വരരുത്? സാത്താൻ വരരുത്. രണ്ടാമത് പറയുകയാണ്, സാത്താൻ എന്നെ കൊല്ലായുവാൻ, എന്നെ നശിപ്പിക്കാതിരിക്കാൻ എന്ത് വിലക്കണമെന്നാണ്? തിരുവലി അവനെ വിലക്കണം, വിശുദ്ധ കുർബാന അവനെ വിലക്കണം. സാത്താൻ എന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോ അതിൽ നിന്ന് ആര് വിലക്കണമെന്നാണ്? വിശുദ്ധ കുർബാന അവനെ വിലക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കാര്യം ഓർത്തിരിക്കണം, വിശുദ്ധ കുർബാനയുടെ കാവലും പരിശുദ്ധ അമ്മയുടെ സംരക്ഷണവുമുള്ള ഒരു ക്രിസ്തീയ കുടുംബത്തെ തകർക്കാൻ സാത്താന്റെ ഒരു തന്ത്രത്തിനും
അപ്പൊ പരിശുദ്ധ അമ്മയുടെ കാവലുള്ള തിരുശരീരത്തിന്റെയും തിരുരക്തത്തിന്റെയും സംരക്ഷണമുള്ള ഭവനങ്ങളെ തകർക്കാൻ ആർക്ക് കഴിയില്ല? സാത്താന് കഴിയില്ല. കർത്താവ് നമുക്ക് തന്ന സാത്താനെതിരെയുള്ള 3 ശക്തമായ ആയുധങ്ങളുണ്ട്. ഏതൊക്കെയാണെന്ന് പറയാം. ഇപ്പൊ 2 നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാ? ഒന്ന്, വിശുദ്ധ കുർബാന. എന്തുകൊണ്ടാണ് വിശുദ്ധ കുർബാന സാത്താനെതിരെയുള്ള ഏറ്റവും ശക്തമായ ആയുധമാണെന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ്? എന്താണ് വിശുദ്ധ കുർബാന? വിശുദ്ധ കുർബാന എന്നതിനെ കുറിച്ചാണ്. എന്താണ് വിശുദ്ധ കുർബാന? വിശുദ്ധ കുർബാന ഈശോയുടെ ബലിയാണ്, അല്ലേ? ഈശോ കാൽവരിയിൽ അർപ്പിച്ച അതേ ബലി എവിടെ അർപ്പിക്കുകയാണ്? തുവയൂർ പള്ളിയുടെ ബലിപീഠത്തിൽ അർപ്പിക്കുകയാണ്. അതേ ബലി, കർത്താവ് അർപ്പിച്ച അതേ ബലി അതേ രൂപത്തിൽ അല്ലെങ്കിൽ അടയാളങ്ങളിലൂടെയും പ്രതീകങ്ങളിലൂടെയും നമ്മൾ എന്ത് ചെയ്യുകയാണ്? നമ്മുടെ ഈ വിശുദ്ധ കുർബാന ഈ ബലിപീഠത്തിൽ അർപ്പിക്കുകയാണ്. ഈ കാൽവരിയിൽ അർപ്പിച്ച ബലിയുടെ സമയത്ത് എന്താ നടന്നത്? ആരെയാണ് തോൽപ്പിച്ചത്? സാത്താന്റെ മേലുള്ള ഏറ്റവും വലിയ വിജയത്തിന്റെ മുഹൂർത്തമാണ് ഈശോയെ സംബന്ധിച്ചത് ഈ കാൽവരിയിലെ ബലിയർപ്പണം. സാത്താന്റെ മേലുള്ള വിജയത്തിന്റെ ഏറ്റവും പൂർത്തീകരണമാണ്, അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ മുഹൂർത്തമാണ് കാൽവരിയിലെ ബലിയർപ്പണം. അതുപോലെ എപ്പോഴൊക്കെ വിശുദ്ധ കുർബാനയോട് അർപ്പിക്കുമ്പോ ആ സമയത്തൊക്കെ ആരുടെ കോട്ടയാണ് തകർന്നു വീഴുന്നത്? സാത്താന്റെ കോട്ടയാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ എല്ലാ ദിവസവും വിശുദ്ധ കുർബാന അർപ്പിച്ച് കുർബാന സ്വീകരിച്ച് ദേവാലയമാക്കപ്പെടുന്ന ഒരു ക്രിസ്ത്യാനിയുടെ ഭവനത്തെ തകർക്കാൻ സാത്താനാവില്ല. കാരണം സാത്താന്റെ കോട്ടകളെ തകർക്കുന്നതാണ് ഈ വിശുദ്ധ കുർബാന. സാത്താന്റെ തന്ത്രങ്ങൾക്കെതിരെയുള്ള ഏറ്റവും ശക്തമായ ആയുധമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാന അർപ്പിച്ച് നിരന്തരമായി വിശുദ്ധ കുർബാന സ്വീകരിച്ച് എന്റെയും നിങ്ങളുടെയും കുടുംബത്തെ ഒരു ദേവാലയമാക്കി മാറ്റണമെന്ന് പറയുക. അതിന്റെ സംരക്ഷണമുള്ള ഇവിടെ നമ്മുടെ കുടുംബത്തിന് ചുറ്റും നമ്മൾ തീർക്കേണ്ട മതിൽ, കോൺക്രീറ്റ് മതിലും ഇരുമ്പ് മതിലും ഒക്കെ നമ്മുടെ കുടുംബത്തിന് ചുറ്റുമുണ്ട്. അതിനെ സാത്താനെ പ്രതിരോധിക്കാനാവില്ല. സാത്താന്റെ തന്ത്രങ്ങളിൽ നിങ്ങളുടെ കുടുംബത്തെ സംരക്ഷിച്ചു നിർത്താൻ ആ കോട്ടയ്ക്കൊന്നും ആവില്ല. പക്ഷെ നിങ്ങളുടെ കുടുംബങ്ങളെ സാത്താന്റെ തന്ത്രങ്ങളിൽ നിന്ന് സംരക്ഷിച്ചു നിർത്താൻ സാധിക്കുന്ന ശക്തമായ ഒരു കോട്ട, ഒരു സംരക്ഷണത്തിന്റെ കവചം ഈ തിരുശരീരത്തിന്റെയും തിരുരക്തത്തിന്റെയും സംരക്ഷണമാണ്. അതുകൊണ്ടാണ് കുടുംബം ഒന്നിച്ച് വിശുദ്ധ കുർബാന അർപ്പിക്കുകയും കുർബാന സ്വീകരിക്കുകയും ചെയ്യണം. അങ്ങനെയുള്ള ഭവനങ്ങളെ തകർക്കാൻ സാത്താന് സാധിക്കില്ല എന്ന് പറയും. അപ്പോൾ വിശുദ്ധ കുർബാന സാത്താനെതിരെയുള്ള ഏറ്റവും ശക്തമായ ആയുധമാണ്. രണ്ടാമതായി പരിശുദ്ധ അമ്മ എന്തുകൊണ്ടാണ് സാത്താനെതിരെയുള്ള ശക്തമായ ആയുധമാകുന്നത്? ഇവിടെ വചനം നമ്മളെ പഠിപ്പിക്കുന്ന അങ്ങനെയാണ്. നമ്മൾ അതിലേക്ക് വരും. എങ്കിൽ 2 ബൈബിൾ ഭാഗങ്ങൾ മാത്രം സൂചിപ്പിച്ച് നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോകും. പരിശുദ്ധ അമ്മ എന്തുകൊണ്ടാണ് സാത്താനെതിരെയുള്ള ഏറ്റവും ശക്തമായ ആയുധമാണെന്ന് പറയുന്നത്? ഒന്നാമത്തെ വചനം ഇതാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യം. ഉൽപ്പത്തി 3:15 ഉള്ളവരെന്ന് വായിക്കും. ബൈബിൾ ഉള്ളവരൊക്കെ എടുത്ത് വായിക്കും. ഉൽപ്പത്തി 3:15. ഞാൻ അവസാനം ഈ ബൈബിൾ വാക്യമൊക്കെ ചോദിക്കും കേട്ടോ കുഞ്ഞുങ്ങളോട്, പഠിച്ചിരുന്നോ? ഉൽപ്പത്തി 3:15. അപ്പൊ നീയും സ്ത്രീയും തമ്മിലും അവളുടെ സന്തതിയും നിന്റെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും. അപ്പോൾ ഉൽപ്പത്തി 3:15 പറയുകയാണ്. ആരോടാണ് പറയുക? സർപ്പത്തോട് പറയുകയാണ്. നിന്റെ തല ആര് തകർക്കും? സ്ത്രീയുടെ സന്തതി തകർക്കും. സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കും. ഇവിടെ അവിടെ പറയുന്ന ഈ സ്ത്രീ അല്ലെ ഈ സന്തതി എന്ന് പറയുന്നത് ഹവ്വായെ കുറിച്ചോ ഹവ്വായുടെ മക്കളെ കുറിച്ചോ ഉള്ള സൂചനയല്ല. പിന്നെ എന്താണ്? ബൈബിളിന്റെ ഭാഷ അനുസരിച്ച് അത് വരാനിരിക്കുന്ന ഒരാളെ കുറിച്ചുള്ള സൂചനയാണ്. ഈ സന്തതി, സർപ്പത്തിന്റെ തല തകർക്കാതിരിക്കുന്ന സന്തതി ഇനി കാലത്തിന്റെ പൂർണ്ണതയിൽ വരാനിരിക്കുന്ന ഒരു സന്തതിയാണ്. ആ സന്തതിക്ക് ജന്മം നൽകുന്ന സ്ത്രീയും കാലത്തിന്റെ പൂർണ്ണതയിൽ വരാനിരിക്കുന്ന സ്ത്രീയാണ്. ഇതാണ് ആദ്യ സുവിശേഷം എന്നറിയപ്പെടുന്നത്. ഉൽപ്പത്തി 3:15 ആദ്യ സുവിശേഷം.
ആദ്യമായി രക്ഷകനെ കുറിച്ചുള്ള വാഗ്ദാനം നൽകുന്ന ബൈബിൾ ഭാഗമാണ് ഉൽപ്പത്തി 3:15. എങ്ങനെയാണ് എന്നെ വിളിക്കുന്നത്? ആദ്യ സുവിശേഷം. ഇതാ ആദ്യ സുവിശേഷം. എന്തെങ്കിലുമൊക്കെ പഠിച്ചുകൊണ്ട് പോകണം കേട്ടോ, എന്തെങ്കിലുമൊക്കെ. ഈ ഉൽപ്പത്തി 3:15 നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ആദ്യ സുവിശേഷം. എന്തുകൊണ്ടാണ് ആദ്യ സുവിശേഷം എന്ന് വിളിക്കുന്നത്? രക്ഷകനെ കുറിച്ചുള്ള ആദ്യത്തെ വാഗ്ദാനം നമുക്ക് തരുന്നത് അവിടെയാണ്. ഏതാണ് വാഗ്ദാനം? ഒരു സന്തതി ആരുടെ തല തകർക്കും? സാത്താന്റെ തല തകർത്ത് മനുഷ്യരെ രക്ഷിക്കും എന്നുള്ള വാഗ്ദാനം ആദ്യമായി നൽകിയത് അവിടെയാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ എങ്ങനെ വിളിക്കുന്നത്? ആദ്യ സുവിശേഷം എന്ന് വിളിക്കുന്നത്. അപ്പൊ അവിടെ ഈ സർപ്പത്തിന്റെ തല തകർക്കുന്ന സ്ത്രീ സന്തതി, അവന് ജന്മം നൽകുന്ന സ്ത്രീ. അപ്പൊ ഈ പരിശുദ്ധ അമ്മ ആരാണ്? സാത്താന്റെ തല തകർക്കുന്ന സന്തതിക്ക് ജന്മം കൊടുക്കുന്നവളാണ്. അതുകൊണ്ടാണ് സാത്താന് അമ്മ ഭയകാരണമാകുന്നത്.